ഗൈസ്, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം നമ്മളെ പുതിയങ്ങാടിയിൽ ഇങ്ങനെ ഒരു കൊടിയേറ്റം ഉണ്ടെന്നുള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊടിയേറ്റം കാണുന്നത്. ഇങ്ങനെ ഒരു കൊടിയേറ്റം, ഇങ്ങനെ ഒരു അന്നദാനം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ പുതിയങ്ങാടിയിൽ കാണുന്നത്. പറഞ്ഞുതരാം. ഇത് നമ്മളെ പുതിയങ്ങാടി കോട്ടത്തറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബുഖാരി വലിയകോയ തങ്ങൾ ഉപ്പാപ്പാന്റെ 120ാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള കൊടിയേറ്റാണ് നമ്മൾ കണ്ടത്. ഈ ആണ്ട നേർച്ചയ്ക്ക് തുടക്കം വെക്കുന്ന നമ്മളെ തിരൂർ കോരങ്ങത്തി ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബുഖാരി സാദാത്തുങ്ങളുടെ മക്ബറയിൽ നിന്നാട്ടാ. അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സയ്യിദന്മാരും അവിടെ ഒത്തുകൂടി പ്രാർത്ഥന നടത്തിയിട്ടാണ് ഈ കോട്ടത്തറ കൊടിമരത്തിലേക്കുള്ള കൊടി കൊണ്ടുവരുന്നത്. അവിടുന്ന് കൊണ്ടുവരുന്ന കൊടി നേരെ കോട്ടത്തറ മക്കാമിൽ എത്തിക്കുകയും അവിടുന്ന് എല്ലാ സയ്യിദന്മാരും കൂടി പ്രാർത്ഥന നടത്തുകയും ചെയ്യും. ദീർഘനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കോട്ടത്തറ പള്ളിപ്പടിയിൽ നിന്നും തൊട്ടടുത്ത കൊടിമരത്തിലേക്ക് കൊടി കൊണ്ടുപോകുന്ന രംഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, സയ്യിദന്മാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ. കൊടി ഉയർത്തലിന് ശേഷം മൗലിദുകളും ദിക്റുകളും സലാത്തുകളുമായിട്ട് നീളുന്നതാണ് ഇവിടുത്തെ നേർച്ച. അതിനുശേഷം വിപുലമായ അന്നദാനം ഉണ്ടാകുന്നതാണ്. എത്ര വീടുകൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? 2200 വീടുകൾക്ക് അന്നദാനം ഉണ്ട്. പിന്നെ പരിപാടി രാവിലെ 9 മണിക്ക് മൗലൂദ് ഉണ്ട്. പിന്നെ 10 to 12 മണി വരെ അന്നദാനം. മൗലിദ് പാരായണത്തിന് ശേഷം നടന്ന അന്നദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ കേട്ടോ. ഈ അന്നദാനത്തോട് കൂടിയിട്ട് ഈ ആണ്ട് നേർച്ച അവസാനിക്കുന്നതാണ്. ഇതിലും ഭംഗിയായി, ഇതിലും ഗംഭീരമായി വരും വർഷങ്ങളിൽ നടത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ലൊക്കേഷൻ അറിയാത്തവർക്ക് നമ്മൾ പുതിയങ്ങാടിന്ന് കുറ്റിപ്പാറ റോഡിൽ പോകുമ്പോൾ അങ്ങനെ ഒരു പള്ളി കാണാം, കോട്ടത്തറ പള്ളിപ്പടി. ഈ പള്ളിന്റെ തൊട്ട് പുറകുവശത്താണ് ഈ മക്കാം വരുന്നത്. എല്ലാ വ്യാഴ്ചയും ഇവിടെ ദിക്റും സലാത്തുകളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും, ഈ വീഡിയോ കണ്ടവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഈ മഹാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഓക്കെ, ബൈ ഫ്രം ജാബിർ UBS.